ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് വാക്കൻസീസ് പറയാനായിട്ടാണ്. ഇപ്പം നിൽക്കുന്നത് ഞങ്ങളുടെ FS2 ക്ലാസ് റൂമിൻ്റെ അകത്താണ്. ഇവിടെ ഏകദേശം സമയം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സ്കൂളൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോയി. പക്ഷെ കുറച്ച് അഡ്മിനിസ്ട്രേഷൻ വർക്ക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് പേര് മാത്രം സ്കൂളിൽ തങ്ങാണ്. കാര്യം ഇനി UAക്കാർക്ക് ഏറ്റവും സന്തോഷമുള്ള വാർത്ത വരാണ്. UA നാഷണൽ ഡേ അവധികളൊക്കെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സെലിബ്രേഷൻ ഉണ്ടാവും, നമുക്ക് സെലിബ്രേഷൻ ഉണ്ടാവും. അപ്പോൾ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റേ ബാക്കും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് അധികം നല്ല വേക്കൻസീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പറയാനായിട്ടാണ് ഓടി വന്നിട്ടുള്ളത്. ആദ്യം തന്നെ വാക്കിംഗ് ഇൻ്റർവ്യൂസ് ആണ്. അതിപ്പോൾ റീസെൻ്റ്ലി പോസ്റ്റ് ചെയ്ത ഒരു വാക്കിംഗ് ഇൻ്റർവ്യൂ ഇന്ന് ഉച്ച ഒരു സമയത്ത് അവരുടെ തന്നെ ലിങ്ക്ഡിൻ പോസ്റ്റിൽ വന്നിട്ടുള്ള ഒരു വാക്കിംഗ് ഇൻ്റർവ്യൂ പറയാനുണ്ട്. അത് നാളെ നടക്കുന്നതാണ്. പിന്നെ 21 സെപ്റ്റംബർ നടക്കുന്ന ചബ്ബി ചീക്സിൻ്റെ ഒരു വാക്കിംഗ് ഇൻ്റർവ്യൂ കൂടി അറിയിക്കാനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന അസിസ്റ്റൻറ്റ് ടീച്ചർ പൊസിഷനിലേക്കുള്ള ഒരു 10ഓളം വാക്കൻസീസ് ഇൻഡീഡിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഡയറക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. വീഡിയോ ഫുള്ള് കാണണ്ട എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അസിസ്റ്റൻറ്റ് ടീച്ചർ പൊസിഷനിലേക്കുള്ള അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക്സ് ഒക്കെ നിങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് ഓരോ നഴ്സറിയുടെ പേര് മെൻഷൻ ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടും. അതല്ലാത്ത ടീച്ചർ പൊസിഷനിലേക്കുള്ളത് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് വീഡിയോ കാണാം. വന്നിട്ടുള്ളതൊരു വാക്കിംഗ് ഇൻ്റർവ്യൂ ആണ്. ദുബായ് ഊതുമേത്തയിൽ പ്രവർത്തിച്ചു വരുന്ന ബെലിനെ ഏർലി ലേണിംഗ് സെൻറ്ററിൽ 18 നവംബറിന് 3:30 മുതൽ 6 മണി വരെ ഒരു വാക്കിംഗ് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. അവർ ടീച്ചേഴ്സിനെയും അതേപോലെ തന്നെ അസിസ്റ്റൻറ്റ് ടീച്ചേഴ്സിനെയാണ് ഹയർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ക്യാഷ് ലെവൽ 2 കഴിഞ്ഞിട്ടുള്ള അസിസ്റ്റൻറ്റ് ടീച്ചേഴ്സ്, ബാച്ചിലേഴ്സ് ഓഫ് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ക്യാഷ് ലെവൽ 3യോ കഴിഞ്ഞിട്ടുള്ള ടീച്ചേഴ്സിനെയാണ് അവരവിടെ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വാക്കിംഗ് ഇൻ്റർവ്യൂവിലേക്ക് നമ്മുടെ CV ആയിട്ട് ഡയറക്റ്റ്ലി വാക്കിംഗ് ചെയ്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ചബ്ബി ചീക്സിൻ്റെ അൽഫുർജാൻ ബ്രാഞ്ചിൽ നടക്കുന്ന ഒരു വാക്കിംഗ് ഇൻ്റർവ്യൂ ആണ്. 21 നവംബറിന് ഒരു ഫ്രൈഡേ 3:30 to 5 o'clock ആണ് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത്. ക്യാഷ് ലെവൽ 5 കഴിഞ്ഞിട്ടുള്ള മോഫാറ്റ് ടെസ്റ്റഡ് മാസ്റ്റേഴ്സ് ഡിഗ്രിയോട് കൂടി ക്യാഷ് ലെവൽ 5 കഴിഞ്ഞിട്ടുള്ള നഴ്സറി പ്രിൻസിപ്പാൾസിനും അതേപോലെ തന്നെ മോഫാറ്റ് ടെസ്റ്റഡ് ആയിട്ടുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രിയോട് കൂടി ക്യാഷ് ലെവൽ 3യോ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഇൻ എഡ്യൂക്കേഷനോ ഉള്ള ടീച്ചേഴ്സിനും ഈ ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഹണീബി നഴ്സറിയുടെ സിറ്റി വാക്കിലുള്ള ബ്രാഞ്ചിലേക്ക് ഡിസംബർ 2025 സ്റ്റാർട്ട് ചെയ്യുന്ന വിധത്തിൽ ടീച്ചേഴ്സിനെ നോക്കുന്നുണ്ട്. ക്യാഷ് ലെവൽ 3യോ അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് അവർ പ്രിഫർ ചെയ്തിട്ടുള്ളത്. 1.6 to 2.6 ടോട്ടൽ ക്ലാസ്സിലേക്കുള്ളൊരു പൊസിഷനാണിത്. അപ്പോൾ ഈ ഒരു റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ careershoneybee.cityWalk@gmail.com എന്നുള്ള മെയിൽ ID-യിലേക്ക് CV സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് ബ്രിട്ടീഷ് ഓർച്ചാർഡിൻ്റെ അബുദാബി ബ്രാഞ്ചിലേക്കാണ്. അവരൊരു ക്യാഷ് ലെവൽ 3 ഹോൾഡ് ചെയ്യുന്ന നഴ്സറി ടീച്ചറിനെയാണ് പ്രിഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ലെവൽ 3യോട് കൂടി ആവശ്യത്തിനുള്ള എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്തിട്ടുള്ള നമ്പറിലേക്ക് CV സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് അസിസ്റ്റൻറ്റ് ടീച്ചറിൻ്റെ വേക്കൻസീസ് ആണ്. ആദ്യമായിട്ട് വന്നിട്ടുള്ളത് ഓറഞ്ച് സീഡ്സ് നഴ്സറിയാണ്. ഓറഞ്ച് സീഡ്സ് നഴ്സറിയുടെ ദുബായ് സിലിക്കൺ ഒയാസിസ് ബ്രാഞ്ചിലേക്കാണ് അവർ അസിസ്റ്റൻറ്റ് ടീച്ചറെ നോക്കിയിട്ടുള്ളത്. ഈ ഒരു ഡയറക്റ്റ്ലി ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ക്യാഷ് ലെവൽ 1ഓ 2ഓ കഴിഞ്ഞിട്ടുള്ള ആളുകളെയാണ് അവർ പ്രിഫർ ചെയ്തിട്ടുള്ളത്. മിനിമം 2 വർഷത്തെ നഴ്സറിയോ അല്ലെങ്കിൽ കിൻഡർ ഗാർഡൻ എക്സ്പീരിയൻസോ അവർ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സാലറിയും മെൻഷൻ ചെയ്തിട്ടുണ്ട്. 3,000 to 4,000 വരെയാണ് അവർ സാലറി പറഞ്ഞു വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് ടാപ്പിറ്റോസ് നഴ്സറിയുടെ ഷാർജ ബ്രാഞ്ചിലേക്കാണ്. അസിസ്റ്റൻറ്റ് ടീച്ചറുടെ പൊസിഷൻ തന്നെയാണ്. അവർ ക്യാഷ് ലെവൽ 2 ക്വാളിഫിക്കേഷൻ മാൻഡേറ്ററി ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റും മാൻഡേറ്ററി ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവരെ പ്രിഫർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഹൈസ്കൂൾ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ ഫ്ലുവൻസിയും കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 വർഷമെങ്കിലും ടീച്ചർ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തവർക്കാണ് കുറച്ചുകൂടി പ്രിഫറൻസ് കൊടുക്കുന്നതായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് വന്നിട്ടുള്ളത് അജ്മാനിലാണ്. അജ്മാനിൽ വർക്ക് ചെയ്ത് വരുന്ന ലീ നഴ്സറിയിലേക്ക് ഒരു അസിസ്റ്റൻറ്റ് ടീച്ചറെ ആവശ്യമായിട്ടുണ്ട്. അവർ ഹൈസ്കൂൾ ക്വാളിഫിക്കേഷൻ തന്നെയാണ് മിനിമം ചോദിച്ചിട്ടുള്ളത്. 1 to 2 years എക്സ്പീരിയൻസ് പ്രിഫർ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് ചബ്ബി ചീക്സ് നഴ്സറിയുടെ
അബുദാബി ബ്രാഞ്ചിലേക്ക് അസിസ്റ്റൻറ്റ് ടീച്ചറുടെ പൊസിഷനിലേക്കാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു അസിസ്റ്റൻറ്റ് ടീച്ചർ പൊസിഷനോട് കൂടി തന്നെ ബസ് സൂപ്പർവൈസർ റോൾ കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നവരാണ് അവർ കൂടുതൽ പ്രിഫർ ചെയ്തിട്ടുള്ളത്. ബാച്ചിലേഴ്സ് ഡിഗ്രിയോ അല്ലെങ്കിൽ ഹൈസ്കൂൾ ഗ്രാജുവേറ്റോ ആണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിലേക്ക് CV സെൻഡ് ചെയ്യാനുള്ള നമ്പർ ഡയറക്റ്റ് ലിങ്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി CV സെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള നമ്പർ നിങ്ങൾക്ക് കിട്ടും. ആ നമ്പറിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് CV അയച്ചു കൊടുക്കാവുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് അബുദാബിയിൽ തന്നെയുള്ള ലിറ്റിൽ സ്മാർട്ടീസ് നഴ്സറി എന്ന് പറഞ്ഞിട്ടുള്ള നഴ്സറിയാണ്. അവിടെ ഒരു നഴ്സറി ടീച്ചറെയും അതേപോലെ തന്നെ നഴ്സറി അസിസ്റ്റൻറ്റ് ടീച്ചറെയും ഹയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു പൊസിഷനിലേക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ഡിപ്ലോമയാണ് അവർ പ്രിഫർ ചെയ്തിട്ടുള്ളത്. അബുദാബി ബേസ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വളരെ നല്ല സാലറി തന്നെയാണ് അവർ ഓഫർ ചെയ്യുന്നതായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് അഗെയിൻ അബുദാബിയിൽ തന്നെയാണ്. മേപ്പിൾ ബെയറിൻ്റെ അബുദാബി ബ്രാഞ്ചിലേക്ക് അസിസ്റ്റൻറ്റ് ടീച്ചറിനെ എടുക്കുന്നുണ്ട്. ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക, അതേപോലെ തന്നെ ക്ലാസ് റൂംസ് ഒക്കെ ഡെയിലി സെറ്റ് ചെയ്യുക, ക്ലാസ് റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രോപ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി അവർ എല്ലാ മെയിൻ റെസ്പോൺസിബിലിറ്റീസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡയറക്റ്റ് ലിങ്ക് വഴി നമുക്ക് ഈ ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാനും ആ ഒരു ജോബ് റോളിനെ കുറിച്ച് കൂടുതൽ അറിയാനും സാധിക്കും. നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് ദുബായിൽ തന്നെ പ്രവർത്തിച്ച് വരുന്ന നുമു നഴ്സറിയിലേക്കാണ്. നുമു നഴ്സറിയിൽ അസിസ്റ്റൻറ്റ് ടീച്ചർ പൊസിഷനിലേക്കാണ് അഗെയിൻ ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. സാലറി മെൻഷൻ ചെയ്തിട്ടുണ്ട്. 3,000 to 4,000 സാലറി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർക്കോ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്കോ ഈ ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്ര അധികം വേക്കൻസീസ് ആണുള്ളത്. എത്രയും വേഗം അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാം. ക്യാഷ് ലെവൽ 2 ഇല്ലാതെ അസിസ്റ്റൻറ്റ് ടീച്ചർ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നവരാണെങ്കിൽ കൂടി ഹൈസ്കൂൾ ഡിപ്ലോമയോ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രിയോ കയ്യിലുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ക്യാഷ് ലെവൽ 2 ഇല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് അതിനൊരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷനായിട്ട് കൂടുതൽ നഴ്സറീസ് ചോദിക്കാറുള്ളത്. അപ്പോൾ ബാച്ചിലേഴ്സ് ഡിഗ്രിയോ അല്ലെങ്കിൽ ഹൈസ്കൂൾ ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നഴ്സറി അസിസ്റ്റൻറ്റ് ടീച്ചർ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ബാച്ചിലേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നഴ്സറി ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. ദുബായിൽ അത് ഓക്കെയാണ്. ബാച്ചിലേഴ്സ് ഇൻ ഏർലിയസ്റ്റ് എഡ്യൂക്കേഷനാണ് സാധാരണ ചോദിക്കുക എങ്കിൽ കൂടി ബാച്ചിലേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ ഉള്ളവരെയും അവർ പരിഗണിക്കാറുണ്ട്. അപ്പോൾ ക്യാഷ് കോഴ്സസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അപ്ലൈ ചെയ്യാതിരിക്കരുത്. അപ്ലൈ ചെയ്യാനായിട്ട് ടീച്ചിങ് ഫീൽഡിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഈ അവസരങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള കൊമൻസോ ഏതെങ്കിലും തരത്തിലുള്ള കൺസേൺസോ ഏതെങ്കിലും തരത്തിലുള്ള അറിയാൻ ആഗ്രഹങ്ങളുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.